സന്തോഷമുള്ളവരും കരംപൊത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. കുടിവന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുവിന്റെ തന്നെ നാമത്തിലെ സ്നേഹവന്ദനമെന്ന് ദൈവസന്നിധാനം കടന്നു വരുവാൻ കർത്താവിടെ ആക്കിയല്ലോ. പ്രിയമുള്ളവർ, ഈ വർഷം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷം. അവൻ കാരണം കർത്താവിന്റെ വരവുകൾ കാണപ്പെടാനാണ് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വന്നത്, അവനെ സേവിക്കുന്നത്. അല്ലാതെ ഒരു നേരത്തെ സൗഖ്യത്തിനോ അല്പനേരത്തെ വിടുതലിനോ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടാനോ വേണ്ടി മാത്രമല്ല. ഇന്ന് മരിച്ചാൽ നമ്മുടെ ഇറ്റേണിറ്റി നിത്യതയിൽ കഴിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ അന്വേഷിപ്പാൻ നാം കടന്നു വന്നത്. എന്നാൽ നാം ഒരു കാര്യം അറിയുന്നു, രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും വിശുദ്ധിയിൽ നാം ജീവിച്ചില്ലെങ്കിൽ അവൻ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പന്റൻസിനുള്ള ബന്ധത്തില് നമ്മൾ വായിപ്പാനിടയായി യെരമ്യാ പ്രവചനത്തിലെ 18-ാം അധ്യായത്തില് ഒരു പോട്ടറിന്റെ വീട്ടിലോട്ട് ജെറമയ പ്രോഫറ്റിനെ വിട്ടിട്ട് പറഞ്ഞു, അവിടെ വെച്ച് ഞാൻ നിന്നോട് വർത്താനം പറയും. ഐ വിൽ ടോക്ക് ടു യു ദേർ. അവിടെ വെച്ച് നിന്നോട് ഞാൻ സംസാരിക്കും. അങ്ങനെ പോയി അവന് കണ്ടു. ഒരു കുശവൻ കളിമണ്ണ് കൊണ്ട് അവൻ ചക്രത്തിന്മേൽ പണികേറി ബിൽഡിംഗ് അവനെ പാർട്ട്. അങ്ങനെ പോട്ട് ബിൽഡ് ചെയ്ത് കയ്യിലോട്ട് എടുത്തപ്പോൾ ആ ജാർ അല്ലെങ്കിൽ ഉണ്ടാക്കിയ പോട്ട് മാർഡായിപ്പോയി. അത് അവൻ സ്വന്തം ചെയ്യുന്നു, ഉടഞ്ഞു പോയി, അത് ഷേപ്പ് മാറിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ കയ്യിൽ നിന്നപ്പോൾ അവൻ സ്വഭാവം തെറ്റി വഴിതെറ്റിപ്പോയ അവൻ പാത്രങ്ങളാണ്. എന്നാൽ നമ്മൾ കണ്ടു, അവിടെ നോക്കുമ്പോൾ യെരമ്യാ നോക്കുമ്പോൾ ആ കുശവൻ അവൻ ഉടഞ്ഞു പോയ അല്ലെങ്കിൽ കേടായിപ്പോയ പാത്രത്തെ വലിച്ചെറിഞ്ഞില്ല. അവൻ വീണ്ടും അതിനെ ഉടച്ചിട്ട് അവൻ തനിക്ക് ഇഷ്ടമുള്ളൊരു പാത്രമാക്കി അതിനെ മാറ്റുന്നത് കണ്ടു. അത് കണ്ടിട്ട് ദൈവം യെരമ്യായോട് സംസാരിക്കാൻ തുടങ്ങി. അവിടെ സംസാരിക്കുമ്പോൾ അവൻ താൻ പറഞ്ഞു, ഒരു ദേശത്തിനോടോ ഒരു രാജ്യത്തിനോടോ ഒരു വ്യക്തിയോടോ അവൻ സ്വന്തം നീ രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, മടങ്ങി വന്ന് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഈ നാശം വരുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ട് ആ വ്യക്തി മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് റിപ്പന്റ് ചെയ്ത് വഴികളെ തിരുത്തിയാല് ദൈവം വരുത്തുമെന്ന് പറഞ്ഞ ആ നാശത്തെ കുറിച്ച് റിപ്പന്റ് ചെയ്തിട്ട് അത് വരുത്താതെ അവനെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അതേപോലെ തന്നെ ഒരു വ്യക്തിയോട് ഞാൻ ഇങ്ങനെ തന്നെ അനുഗ്രഹിക്കും, ബ്ലസ് ചെയ്യുന്നൊക്കെ പ്രോമിസ് കൊടുത്തിട്ട് ആ പ്രോമിസ് കിട്ടിയ ശേഷവും പുള്ളി സ്ലാൻഡ് ആയിട്ട് ഉഴപ്പി ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നടക്കാതെ ദൈവത്തിന് ഇഷ്ടം ചെയ്യാതെ പാപത്തിൽ മുതിർന്നു വന്നാൽ, ദൈവവഴി വിട്ട് ജീവിച്ചാൽ ദൈവം പ്രോമിസ് ചെയ്ത വാഗ്ദത്തം ചെയ്യാതെ അവനെ നശിപ്പിക്കുമെന്നുള്ള വചനം ഇന്നലെ ഞങ്ങൾ വായിച്ചു കേൾക്കാനിടയായി. അവൻ ഇതിനെല്ലാം കാരണം വിശുദ്ധിയിൽ നാം ജീവിക്കണം. വി ഹാവ് ടു ലിവ് ഇൻ ഹോളിനെസ്. എന്നാൽ മാത്രമേ ദൈവ വാഗ്ദത്തങ്ങൾ നമുക്ക് നിവർത്തിക്കപ്പെടുവാനും നിറവേറാനും ഇടയാകത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ബന്ധത്തിൽ കഴിഞ്ഞ വർഷം മുഴുവനും നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് നമ്മൾ വിശുദ്ധിയെ തേക്കാൻ ദൈവത്തെ കാണണം. ദൈവത്തെ കണ്ടാൽ മാത്രമേ നമ്മുടെ കുറവ് കാണാൻ പറ്റുള്ളൂ. യെശയ്യാവ് ദൈവത്തെ കണ്ടു, കുറവ് തിരിച്ചറിഞ്ഞു. ദൈവത്തെ കണ്ടാൽ മാത്രം പോലെ അവന്റെ മുഖത്തെ ഭാവങ്ങൾ തിരിച്ചറിയണം. മാസ്റ്റർ പറഞ്ഞു, എന്താ അവന്റെ മുഖത്ത് സന്തോഷമാണോ? ഇന്ന് കർത്താവിന്റെ മുഖത്ത് നോക്കിയാൽ ബൈബിൾ പറയുന്നുണ്ട്, യെരൂശലേമിനെ കണ്ടപ്പോൾ യേശു അതിനെ കുറിച്ച് കരഞ്ഞു, അതിനെക്കുറിച്ച് സന്തോഷിക്കുകയല്ല, കരഞ്ഞു. യെരൂശലേം എന്ന് പറയുന്ന സിറ്റിയാണ്. അവൻ ഒരിക്കൽ അത് ജെബൂസൈറ്റ് സിറ്റി ആയിരുന്നു, നമുക്ക് തുല്യമാണ് ജെറുസലേം എന്ന സിറ്റി. അവൻ ഒരിക്കൽ ജാതീയ നഗരമായിരുന്നു. They hated God's people, they fought with God's people. എന്നാൽ പിന്നീട് നല്ല ഡേവിഡ് ദ കിങ് came and conquered that city. ആ ജെബൂസൈറ്റ് സിറ്റിയെ കോൺക്വർ ചെയ്തിട്ട് അതിനെ ഡേവിഡിന്റെ സിറ്റി ആയിട്ട് മാറ്റി, ജെറുസലേം. അങ്ങനെ ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതം ഒരിക്കൽ അവൻ പിശാചിന് അടിമകളായി പാപത്തിന്റെ വഴികൾ ജീവിച്ചു ദൈവമക്കളോടൊന്നും ബന്ധമില്ലാതെ ദൈവമക്കളൊക്കെ വെറുതെ ജീവിച്ചിരുന്നാലും നാം എന്നാൽ നല്ല ദാവീദായ യേശുനാഥൻ രക്ഷയിലേക്ക് നമ്മെ നടത്തി, നമ്മുടെ ഹൃദയം കീഴടക്കി, ഹൃദയത്തിൽ കൊന്ന് നമ്മയും തന്റെ ആലയമാക്കി, തന്റെ നഗരമാക്കി മാറ്റി യേശു നമ്മൾ വസിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ യെരൂശലേം അങ്ങനെയായി. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ കാണാം, യേശുവിന്റെ കാലം വന്നപ്പോഴേക്കും അവൻ സ്വന്തം ന്യായശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ ന്യായപ്രമാണമെല്ലാം ഉണ്ട്, പക്ഷെ അവരുടെ എഴുത്തുകൾ കള്ള എഴുത്തുപോലുകൾ നമ്മൾ ഇന്നലെ യെരമ്യാവിൽ വായിച്ച 8-ാം അധ്യായത്തിൽ അവൻ സ്വന്തം ന്യായശാസ്ത്രിമാരുടെ കള്ള എഴുത്തുപോലെ സത്യവചനത്തെ കൂട്ടിമാറ്റി അവർ സത്യവചനം നേരിട്ട് വായിക്കുന്നതിന് പകരം അവർ എഴുതി വെച്ച തൽമൂദുകളും അവരുടേതായിട്ടുള്ള പാരമ്പര്യങ്ങളിലേക്കും അവർ തിരിഞ്ഞു. അവൻ ദൈവത്തിന്റെ വചനത്തെ അവർ വ്യാജമാക്കി മാറ്റി. വ്യാജത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന കാലം, യേശുവിന്റെ കാലം വന്നപ്പോഴത്തേക്ക് യേശു അവരെ നോക്കിയിട്ട് വിളിക്കുക, വെള്ള തേച്ച ശവക്കല്ലറുകളെ. പുറമെ എല്ലാം സ്പിരിച്വൽ ഉണ്ട്, അകത്തെ
അവൻ സ്വന്തം ജസ്റ്റ് സപ്പർക്ക് ഒരു ടൂമിനകത്ത് അല്ലെങ്കിൽ ശവക്കലറക്കകത്ത് എങ്ങനെയോ അത് അശുദ്ധി കിടക്കുന്നത് പോലെ അകത്ത് കടിച്ചു തീർന്ന ചെന്നായ്ക്കളായി പുറമെ മാത്രം അവൻ സ്വന്തം ചെയ്യുന്ന വിശുദ്ധിയുള്ള വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്ന അവരെ കണ്ടിട്ട് യേശു പറഞ്ഞു വെള്ള തേച്ച ശവക്കലറെ. അവൻ സ്വന്തം ആ യേശുവിന്റെ കാലം വരുമ്പോൾ നമുക്കറിയാം അവൻ ഓശന ദിവസം അവൻ സ്വന്തം യേശു കഴുതക്കുട്ടി പുറത്തേറി അവൻ യെരൂശലേമിലേക്ക് ആ മലഞ്ചെരിവ് ഇറങ്ങി വരുമ്പോൾ ദൂരെ യെരൂശലേമിനെ കണ്ടിട്ട് ബൈബിൾ പറയാം അതിനെക്കുറിച്ച് വിലപിച്ചു, അതിനെക്കുറിച്ച് എന്നടിച്ചു കഴിഞ്ഞു. അപ്പൊ ദൈവത്തെ കണ്ടോ? നല്ല കാര്യമാ. ദൈവത്തെ കാണുമ്പോൾ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കണം. ഇന്ന് ആരാധനയ്ക്കിരിക്കുമ്പോൾ ഇഫ് യു ആർ ലുക്കിംഗ് ഇൻടു ദ ഫേസ് ഓഫ് ഗോഡ്, ഇന്ന് യേശു നിന്റെ മുഖത്തെ കാണുകയാണെങ്കിൽ യേശുവിന്റെ മുഖത്തെ ഭാവം എന്തായിരിക്കും? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നിന്നോട് പറയുമോ അതോ അവൻ സങ്കടപ്പെടുമോ? നോക്കണം, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോടും ഭക്ഷണമൊക്കെ കഴിച്ച് ബലത്തോടും കഴിവുള്ളവരായി ദൈവത്തെ സേവിക്കാൻ നിങ്ങൾ കൊതിക്കുന്നവരാ, അങ്ങനെ വളർന്നു വരാൻ കൊതിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒന്നും കഴിക്കാതെ അവരെല്ലാം തോലുമായി ആഹാരം കഴിക്കാനില്ല, എല്ലാം ഉണ്ട്, കൊടുത്താൽ കഴിക്കാതെ അവരെ രോഗികളായിട്ട് വന്ന ഒരു അപ്പനെന്ന നിലയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റാത്തതുപോലെ ആ കുഞ്ഞിനെ നോക്കുമ്പോൾ അപ്പന്റെ മുഖത്തെ സങ്കടം വരുന്നതുപോലെ ഒന്ന് ചിന്തിക്കണം. അവൻ എത്ര നാളായി രക്ഷിക്കപ്പെട്ടിട്ട്, എത്ര നാളായി സ്നാനപ്പെട്ടിട്ട്, അവൻ ഇന്ന് പകല് വചനം വരുമ്പോൾ അതനുസരിച്ച് വളരുവാൻ നല്ല നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിപ്പാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ അപ്പന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം. അവന്റെ മുഖത്തെ ഭേദാഭാവങ്ങളെ ഭാവഭേദങ്ങളെ വിവേചിക്കണം. മാർസിൽ പറഞ്ഞു, നോക്കിയാൽ മാത്രം പോരാ, വിശുദ്ധി നടക്കണമെങ്കിൽ അപ്പന്റെ മുഖത്ത് സന്തോഷമാണോ, അപ്പന്റെ മുഖത്ത് ദുഃഖമാണോ, അവൻ നീ അത് തിരിച്ചറിയണം, നീ അവിടെ വിവേചിക്കണം. ദൈവമുഖത്തെ ദൈവത്തിനെ കുറിച്ചുള്ള ചിന്തകളെ തിരിച്ചറിയാൻ അത് വചനത്തിൽ കൂടി കഥാവിന്റെ മുഖത്ത് നോക്കി തിരിച്ചറിയാൻ. അതിനുശേഷം അവൻ സ്വന്തം ചെയ്യുന്ന ഏപ്രിൽ വന്നപ്പോൾ അവൻ അത് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് അത് പ്രവർത്തിക്കണം, അത് ചെയ്യണം. അവൻ ഡു ഇറ്റ്. അവൻ സ്വന്തം അവന്റെ ഇഷ്ടം അറിഞ്ഞാൽ മാത്രം പോരാ, അവൻ നീ അത് ചെയ്യണം. ഹല്ലേലൂയ. അവൻ നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു ധനവാനായ യവനക്കാരനെ കുറിച്ച് നമ്മൾ കേട്ടു. യേശു അവനെ ഒത്തിരി സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും, ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ അവര് വന്നത്, എന്ത് ചെയ്യണം? ഇഷ്ടം അറിഞ്ഞിട്ടും ദുഃഖത്തോടെ അവൻ പോയി ചെയ്തില്ല. അപ്പോൾ അവൻ മുഖത്തെ ഭാവാഭേദം വിവേചിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അവന്റെ ഇഷ്ടം ചെയ്യണം എന്ന് അവൻ സ്വന്തം ചെയ്യുന്നു. ഏപ്രിൽ മാസത്തില് അവൻ സ്വന്തം ചിന്തിപ്പാനിടയായി. അവൻ മെയ് മാസത്തില് അവൻ ഇഷ്ടം ചെയ്യുവാന് അവൻ നിനക്ക് ബലം, അവൻ ശക്തി നിനക്ക് വേണം. അവൻ ഇഷ്ടം ചെയ്യണമെങ്കിൽ സ്വയമായി കഴിയില്ല, ദൈവബലമില്ലാതെ സാധിക്കത്തില്ലെന്ന് കണ്ടു. ആ ബലത്തെ തരുന്നത് പരിശുദ്ധാത്മാവാണെന്ന് അവൻ പിറ്റേ മാസത്തില് നമ്മളെ ചിന്തിപ്പാനിടയായി, ജൂലൈയില്. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വിശുദ്ധിയിലേക്ക് നടത്താൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു കാര്യമാണ് കഠിന ഹൃദയം എന്ന് ചിന്തിച്ചു. അങ്ങനെ കഠിന ഹൃദയത്തെ കുറിച്ച് അവൻ ദൈവവചനത്തിൽ കൂടി അവൻ ഓഗസ്റ്റ് മാസത്തിൽ ചിന്തിപ്പാനിടയായി. അതിനുശേഷം കഠിന ഹൃദയത്തെ മാറ്റാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ബൈബിൾ വചനം, ദൈവവചനം. പാറയെ തകർക്കുന്ന ചുറ്റിക, അത് കേൾക്കണം, അത് വായിക്കണം, അത് ധ്യാനിക്കണം. അവൻ ജീവിതത്തിന്റെ അവൻ കല്ലായിട്ടുള്ള ഭാവങ്ങളെ, ഹൃദയത്തെ ഉടയ്ക്കാൻ നമ്മെ സഹായിക്കണം. അതിനുള്ള ബന്ധത്തില് അവൻ വചനത്താൽ ഹൃദയത്തെ, കല്ലുപോലുള്ള ഹൃദയത്തെ മാറ്റി അവൻ സ്വന്തം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് നാം ചിന്തിപ്പാനിടയായി. അവൻ സ്വന്തം ചെയ്യുന്നു. നാം ഈ മാസം കടന്നു വന്നപ്പോൾ അവൻ സ്വന്തം ആ വചനമാകുന്ന ചുറ്റികൾ കൊണ്ട് ഉള്ളത്തെ ഉടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയ മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ഈ മാസം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. അതിന് ആധാരമായി ദൈവം നമുക്ക് തന്ന 51 സങ്കീർത്തനത്തിലെ 17 വാക്യം അവൻ വായിപ്പാനിടയായി. 51 Psalm 51 വേഴ്സ് 16 17 ഒന്ന് വായിച്ചാട്ട്. Psalm 51 വേഴ്സ് 16 and 17. ഇന്ന് പകൽക്കാലം ഓർക്കണം, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോവുക തന്നെ ചെയ്യും. ഒരിക്കൽ മാത്രം മാനസാന്തരപ്പെട്ട പോരാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന സമയത്ത് മാനസാന്തരപ്പെട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അവിടെ കൊണ്ട് അനേകം നൃത്തമില്ല. നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ മാസവും നാം മാനസാന്തരപ്പെടണം. കർത്താവേ, കഴിഞ്ഞ മാസം ഞാൻ ജീവിച്ചത് പോരാ, ഇഷ്ടത്തിന് അനുസരിച്ചായില്ല. ചെയ്ത തെറ്റുകള്, അവിശ്വസ്തതയുള്ള ഭാഗങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് അടുക്കുവാൻ നമുക്കൊണ്ട് കഴിയും. വായിച്ചാട്ട് Psalm 51 verse 16 and 17. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കും. നോക്കണം, ദൈവസന്നിധിയിൽ സ്വന്തം ചെയ്യുന്നു. രൂപാന്തരമില്ലാതെ നീ വന്ന് പാടിയതുകൊണ്ടോ, ആരാധിച്ചതുകൊണ്ടോ, പ്രസംഗിച്ചതുകൊണ്ടോ, സാക്ഷ്യം പറഞ്ഞതുകൊണ്ടോ അത് ഇഷ്ടമല്ല. നിന്റെ വർഷിപ്പോ, നിന്റെ ഹനനയാഗമൊന്നും
അവിടെ പറയാം, നീ ഇച്ഛിച്ചില്ല, നീ ജീവിതത്തിൽ രൂപാന്തരമില്ലാതെ, ജീവിതത്തിൽ മാനസാന്തരമില്ലാതെ, ജീവിതത്തിൽ ഒരു ഉടച്ചിലോ തകർച്ചയോ ഇല്ലാതെ നീ വന്ന് എന്തെല്ലാം പാടിയാലും ആരാധിച്ചാലും ദൈവത്തിന് ഇഷ്ടമല്ല. അവൻ ഇച്ഛിച്ചില്ല. അടുത്തത്, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവും. ഹോമയാഗം ദൈവം വെറുക്കുന്നു, പ്രസാദവുമില്ല. കാരണം നിന്നിൽ രൂപാന്തരമില്ലാതെ, നിന്നിൽ മാറ്റമില്ലാതെ, നീ ചേഞ്ച് ചെയ്യാതെ വന്ന് എന്തെല്ലാം ചെയ്താലും ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. അടുത്ത വാക്യം, ദൈവത്തിന്റെ ഹരണയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയും. നോക്കണം, ദാവീദിനെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമാണ്. ഹനനയാഗത്തെക്കാളും ഹോമയാഗത്തെക്കാളും ആരാധനയ്ക്ക് വരുമ്പോൾ വേദനയുണ്ട്. കല്ലാകല്ലേ, അതാ വചനം കേട്ടിട്ട് തകർന്നും മുറുങ്ങിയ അവസ്ഥയിലേക്ക്, കരയുന്ന അവസ്ഥയിലേക്ക്, ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ തന്നെ ഉള്ള മുടങ്ങ് ഭാരങ്ങളിറക്കി വെച്ച് കരടിച്ച് കരയുന്ന അവസ്ഥയിലേക്ക് നീ തകർന്നു മുറിയ തകർന്നും മുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നീ എന്ത് ചെയ്യത്തില്ല, നിരസി. അതാണ് ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ, അതാണ് ദൈവത്തിന്റെ ഹോമയാഗങ്ങൾ. തകർന്നും മുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം പ്രൊജക്ട് ചെയ്തിട്ടില്ല. എന്ന് പകൽക്കാലം പറയുക, ഈ മാസം മാത്രമല്ല, ഓരോ നിമിഷവും ഒരു ഏങ്ങലോടെ ജീവിപ്പം, ഒരു കണ്ണീരോടെ ജീവിപ്പം, എന്റെ വഴികളെ നോക്കി ഒന്ന് മാനസാന്തരപ്പെട്ട അവൻ ഒരു തകർച്ചയിലേക്ക് കടന്നു വരുവാൻ കർത്താവെ എന്നെ സഹായിക്കണേ. കാരണം എനിക്ക് വിശുദ്ധിയും ഉണ്ടാകണം. കല്ലുപോലുള്ളമാകുമ്പോൾ വെറുപ്പും കയ്പും വിദ്വേഷവും വന്നിട്ട് നിന്നെ അശുദ്ധമാക്കും. ഡോക്ടർ പറഞ്ഞ പോലെ അവൻ സ്വന്തം ഒരു നല്ല നിക്ഷേപത്തിൽ മാത്രമേ ദൈവത്തിന് നല്ലത് കൊടുക്കാൻ പറ്റുള്ളൂ. അവൻ ദോഷ നിക്ഷേപമാണെങ്കിൽ കയ്പും വിദ്വേഷവും പകയുമാണ് നിന്നിൽ വ്യാപരിക്കുന്നതെങ്കിൽ നിന്നിൽ ചേഞ്ച് ഇല്ല, അന്ന് രക്ഷിക്കപ്പെട്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം നിന്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷമാണ് കിടക്കുന്നത്. അവൻ നിനക്ക് തന്നെ അതുകൊണ്ട് സമാധാനമില്ല, നിനക്ക് തന്നെ സന്തോഷമില്ല. അതുകൊണ്ടെന്തോ ആലയത്തിൽ വരുമ്പോൾ ആനന്ദമില്ല. ആനന്ദമുണ്ടെങ്കിൽ നല്ല നിക്ഷേപത്തിൽ നല്ലത് വരും. അവൻ സ്വന്തം ദൈവത്തെ പുകഴ്ത്തുന്നതാകുന്ന ആനന്ദം. അവൻ യു വിൽ കംപ്ലീറ്റ്ലി ബി ഡിഫറെന്റ്. അതുകൊണ്ട് ദൈവം പറയുക, അവൻ ദാവീദ് പറയാ, തകർന്നു നീക്കുന്ന ഹൃദയത്തെ എന്ത് ചെയ്യത്തില്ല. ഇത് തന്നെയാണ് രക്ഷയിലും. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? നമ്മുടെ പെന്തക്കോസ്തിനെ കണ്ടു. അവൻ അപ്പോസ്തലപ്രവൃത്തി 2:37 മുതലുള്ള വാക്യങ്ങളില് ഈ കുത്തുകൊണ്ട് വചനം വരുമ്പോൾ കുത്തുകൊള്ളും. തെറ്റ് കാണിക്കുമ്പോൾ അത് വേദനിക്കും, മുറിവേൽക്കും. അവൻ എന്താ പാറയിട്ടാലും ചുറ്റിയ വചനം കുത്തുകൊണ്ടപ്പോൾ അവർ ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇനിയും യേശുവിനെ പോയി തിരിച്ചൊന്നും ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല. ചെയ്തു കഴിഞ്ഞു. ഞങ്ങളുടെ അപ്പന്മാർ ഞങ്ങൾ തെറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ പത്രോസ് പറഞ്ഞു, ഒന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഒരുത്തൻ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം നൽകണം. എന്നാൽ ഈ പരിശുദ്ധാത്മാവെന്ന അടുത്ത പടിയ പരിശുദ്ധമായി ക്രിസ്തീയ ജീവിതം ഒരു പടിപടിയായിട്ടുള്ള വളർച്ച, മാനസാന്തരം, അതിൽ കൂടി വരുന്ന തകർച്ചയിൽ കൂടി അവൻ സ്വന്തം മാനസാന്തരപ്പെട്ട് അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ കർത്താവിനെ രക്ഷകനായിട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിക്കണം. നിനക്ക് മാനസാന്തരവും അവൻ ഉള്ളിലോ റിപ്പൻസും ഇല്ലെങ്കിൽ കർത്താവിന്റെ ഉള്ളത്തിൽ വരത്തില്ല. യു കനോട്ട് റിസീവ് ക്രൈസ്റ്റ് ആസ് യുവർ ലോർഡ്. അവൻ അങ്ങനെ യേശുവിനെ രക്ഷിക്കപ്പെട്ട് ഏറ്റുപറയാതെ സ്നാനപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെടുമ്പോൾ അതിന്റെ പാപമെല്ലാം സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയുന്നത് അവൻ സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ. പിന്നീട് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾക്ക് ചുമ്മാ ഞായറാഴ്ചത്തെ ഒരു അവൻ പ്രാർത്ഥന കൊണ്ട് നിൽക്കരുത്. അപ്പോസ്തലന്മാർ എന്ത് പഠിപ്പിച്ചു, വചനം എന്ത് പഠിപ്പിച്ചു, അത് എവിടെയൊക്കെ നിന്ന് കോപ്പർഷൻ കിട്ടുന്നോ ഡിസ്കസ് ചെയ്യാൻ വിളിക്കണം. അവൻ ചില ബഗ് ചെയ്തത് കുഴപ്പമില്ല കേട്ടോ. അവൻ ബലാത്കാരാണ് ദൈവരാജ്യം പിടിച്ചെടുക്കുന്നു. ചില മനുഷ്യർ വിളിച്ചത് ചോദിക്കും, പാസ്റ്റർ ബുദ്ധിമുട്ടിച്ചാലും കുഴപ്പമില്ല, ആ പാസ്റ്റർ എനിക്ക് സംശയമുണ്ട്, വിളിക്കണം. അവൻ സംസാരിക്കണം, വചനം വായിക്കണം. ഇല്ലെങ്കിൽ അവൻ ബൈബിൾ സ്റ്റഡി കയറണം. എന്നാൽ ഈ വചനത്തിന് മാത്രമേ ഒരു മാത്രം ഈ വചനം വരുമ്പോൾ നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാം, പൊളിച്ച് പറയാൻ പറ്റും. അവൻ അനുതാപത്തിലേക്ക് വരാൻ പറ്റും, മാനസാന്തരത്തിലേക്ക് വരാൻ പറ്റും. അതിനുള്ള ബന്ധത്തില് ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദാവീദിനെ കുറിച്ച് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. കഠിന ഹൃദയം. നിങ്ങൾ ശ്രദ്ധിക്കണം, ദാവീദ് ഒരിക്കല് വെറും ഒരു യവനക്കാരനായി അപ്പനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും വിലയില്ലാതിരിക്കുന്നിടത്താണ് ദൈവം അവനെ പോയി ചൂസ് ചെയ്തത്. ഇന്ന് ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും എഴുതിത്തള്ളു എന്നെ ദൈവം ചൂസ് ചെയ്ത് തന്റെ ആലയത്തിൽ കൊണ്ടുവന്നിരുത്തി നിന്നെ അനുഗ്രഹിക്കാനിടയെ. കാരണം ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. നല്ലൊരു കാര്യം ഓർക്കണം, അവൻ കഠിന ഹൃദയം വരുമ്പോൾ, പലപ്പോഴും അവൻ നിങ്ങള ഭാവങ്ങൾ കടന്നു വരുമ്പോൾ ദൈവകൃപ നിന്നെ വിട്ടുമാറുവാനിടയാകും. പാപം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയാകും. നമുക്ക് നോക്കാം എങ്ങനെയാണ് അവൻ രക്ഷിക്കപ്പെട്ട് ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തി പാപത്തിലേക്ക് വീഴാൻ സാധ്യതയുള്ളത്. നമുക്ക് വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് പോകാം. അതിന്റെ 11-ാം അധ്യായത്തിന്റെ let's go to the book 2 Samuel chapter 11. 11-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കണേ.
നിങ്ങൾ എന്നോട് കൂടെ നടക്കണം. ദാവീദ് ഒരിക്കല് ഒരു വീട്ടിലെ ഏറ്റവും ഇളയ മോനായിരുന്നു. ആർക്കും വിലയില്ല, ചേട്ടന്മാർക്ക് വിലയില്ല, അപ്പനും അമ്മയ്ക്കും ഒന്നും വിലയില്ല. കാരണം വീട്ടിൽ മറ്റു സഹോദരന്മാർ നല്ല പൊസിഷനും ജോലിയൊക്കെ ഉള്ളവരുണ്ട്, അവർക്ക് മാത്രം വിലയുണ്ട്. അവരെ കുറിച്ചെല്ലാം അറിയാം. വീട്ടിലൊരു വലിയ ഗസ്റ്റായ സാമുവൽ വന്നിട്ട് പോലും ഡേവിഡിനെ അപ്പനും ഓർത്തില്ല, അമ്മയും ഓർത്തില്ല, ആരും വിളിച്ചില്ല. അങ്ങനെ ഉള്ളിടത്ത് ദൈവം അവനെ ചൂസ് ചെയ്തിട്ട് അവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്ത് പിന്നീട് അവനിൽ കൂടി പ്രവൃത്തി നടന്ന് ശൗൽ അവനെ ഒത്തിരി കഷ്ടപ്പെടുത്തി. എന്നാലും ശൗലിനെയും കൊന്നിട്ട് അവന്റെ രാജ്യം ആർക്ക് ദൈവം കൊടുത്തു? ദാവീദിന് കൊടുത്തു. യെരൂശലേം ആസ്ഥാനമാക്കി അവൻ കൊട്ടാരമൊക്കെ പണിത് അവൻ സ്വന്തം അനേക ഭാര്യമാരുമായിട്ട് അനുഗ്രഹങ്ങളുമായിട്ട് അവൻ ഇസ്രായേലിന്റെ മധുരനായകനായിട്ട് അവൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ രാജാവായിട്ട് അവൻ വാണ് വരുമ്പോൾ ഓർത്തോണം, ദൈവ പൈതലായിട്ടിരിക്കുമ്പോൾ അവൻ അഭിഷേകത്താൽ നിറഞ്ഞവൻ നിൽക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ കഠിന ഹൃദയം വന്നതെന്നുള്ളൊരു സത്യം നിങ്ങൾ മറന്നു പോകരുത്. ഉടമനല്ല സന്ധരേതിയ കൊച്ച് ദാവീദായിരുന്നപ്പോൾ അവൻ ആ കഠിന ഹൃദയം ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞ് ദൈവകൃപയിലേക്കും ദൈവഭാഗത്തേക്കും വരുമ്പോഴാണ് നിന്റെ ഉള്ളിൽ കൂടുതൽ കാഠിന്യമുള്ള ഹൃദയം വരാൻ സാധ്യതയുള്ളത്. വായിക്കാം 11 വാക്യം നോക്കണം. എല്ലാം കൊടുത്തു ദൈവം. അവൻ ശത്രു അവനെ ഉപദ്രവിച്ച് അവന്റെ എല്ലാ സമ്പത്തും കൊടുത്തു. അവനിനി എന്താ ഒന്നുമില്ലാത്ത അവന് വേണ്ട എന്നുള്ള രീതിയിൽ കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അങ്ങനെ ഇരിക്കും വേളയിൽ അവൻ ചെയ്യുന്ന കാര്യം നമുക്ക് നോക്കാം. 11 അധ്യായത്തിൽ 1 വാക്യം നമുക്ക് വായിച്ചാൽ, പിറ്റേയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോട് കൂടെ തന്റെ ചേവകന്മാരെയും എല്ലാ ഇസ്രായേലിലെയും അയച്ചു. അവർ അമ്മോന്യ ദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചു. എന്നോട് കൂടെ ഒന്ന് ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ദൈവം നിന്നെ കൃപയ്ക്കുള്ളിലാക്കുമ്പോൾ, ദൈവത്തിന്റെ വഴികളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ, വിളിക്കുമ്പോൾ, നിങ്ങളെ കർത്താവ് ദൈവവേലയിലേക്ക് വിളിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മളെ വിളിക്കുന്നത് ഒരു യുദ്ധക്കളത്തിലേക്കാണ്, ഒരു പോർക്കളത്തിലേക്കാണ്. അവൻ നിന്നെ രാജാവായി പുരോഹിതനായി ദൈവം വിളിച്ചു വേർതിരിച്ച് തന്റെ രാജ്യത്തിലാക്കുമ്പോൾ നീ ഒരു പോരാളി ആണെന്ന് ഓർത്തോണം. അതുകൊണ്ട് ആ പൗലോസ് പറയുന്ന തിമോത്തിയോസിന്, നീ ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി എന്നോടുകൂടി എന്ത് ചെയ്യുക? കഷ്ടം സഹിക്കുക. ഇവിടെ ദാവീദിന് എല്ലാം സെറ്റ് ചെയ്ത് ജോലി കൊടുത്തു, നന്മ കൊടുത്തു, അനുഗ്രഹം കൊടുത്തു, അവൻ രാജ്യം കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയി. ഇന്ന് പകൽക്കാലം ഓർത്തോണം, രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന കാലത്ത് അവൻ ദാവീദേ, ദൈവം തെരഞ്ഞെടുത്ത ദാവീദേ, ദൈവത്തിന്റെ അഭിഷക്തനെ, നീ കെയർലെസ് ആയി ഐഡിയലായി നിന്റെ വീട്ടിൽ സമയം ചെലവഴിക്കാനുള്ളവനല്ല. ഉപവാസന പ്രാർത്ഥന നടക്കണമെങ്കിൽ നീ അവിടെ പൊയ്ക്കോണം. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥനകൾ നടക്കുന്നെങ്കിൽ നീ കേറണം. ഹല്ലേലൂയ. നീ ഐഡിയലായി നീ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കറങ്ങി തിരിയുമ്പോൾ ഓർത്തോണം, കാഠിന്യ ഹൃദയത്തിലേക്ക് നീ വീഴാൻ ഉള്ള ചാൻസുകൾ എപ്പോഴും വളരെ വളരെ കൂടുതലാണ്. ഇവിടെ നോക്കണം, യോവാബിനെ കൂടെയുള്ളവരെ അയച്ചു, മറ്റുള്ളവരെ പ്രാർത്ഥനയ്ക്ക് വിടുക. ഈ പുള്ളിക്കാരൻ വീട്ടിൽ നടക്കുക വെറുതെ. അവൻ സ്വന്തം വീട്ടിലെ പല കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇന്ന് പകൽക്കാലം അവൻ ഒന്നും ചെയ്യാതെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ട് നടക്കുക. രാജാക്കന്മാർ എവിടെയാ കാണേണ്ടത്? യുദ്ധം ചെയ്യുന്ന യുദ്ധസ്ഥലത്ത്. അവൻ ദൈവം നിന്നെ കൃപയിലേക്ക് വിളിച്ചപ്പോൾ ഒരു കാര്യം ഓർത്തോണം, നീ പോർക്കളത്തില്ല. അവൻ ആരാ? നിന്റെ എനിമി. സാധാരണനല്ല. അവൻ റഷ്യയെ പോലൊന്നും അല്ല. ഇവനെന്ന് പറയുന്ന ഭയങ്കര തന്ത്രശാലിയാ. ഈ ഭൂമിയിൽ ഒറ്റ രാജ്യങ്ങൾക്കും പിശാചിനൊപ്പം വരുവാൻ കഴിയുകയില്ല. ദൈവസൃഷ്ടിയിൽ മകുടോദാഹരണമാണ് അവന്. അവൻ ജ്ഞാന സമ്പൂർണനാണ് കേട്ടോ. ഇന്ന് പകൽക്കാലം അവൻ അറിയാൻ നിന്നെ എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന്. അവൻ അറിയാൻ നിന്റെ വീക്ക് പോയിന്റ്സ് എവിടെയാണെന്ന്. അവൻ അറിയാൻ നിന്റെ ഫെയിലിയേഴ്സ് എവിടെയാണെന്ന്. അവൻ അറിയാൻ നിന്നെ എങ്ങനെ സെക്ലൂഡഡ് ആക്കണമെന്ന്. അവൻ അറിയാം. അവൻ ഒരു കാര്യം അറിയാം, യുദ്ധത്തിലാണെങ്കിൽ ഇവനെ ഒരിക്കലും തന്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അറിയാം. അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും ഓർത്തോണം, ഇഫ് യു ആർ കോൾഡ്, ഇഫ് യു ആർ സേവ്ഡ്, യു ആർ ബാപ്റ്റൈസ്ഡ്, അവൻ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അനോയിന്റഡ് ആണെങ്കിൽ യു നീഡ് ടു നോ യു ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. ദൈവം നിന്നെ യുദ്ധത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അനേകരെ യുദ്ധം ചെയ്ത് വിടുവിപ്പാൻ, അനേകർക്ക് വേണ്ടി ഇട്ടുകൾ നിൽക്കുവാൻ, അനേകർക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുവാൻ, അനേകർക്ക് പോയി അവൻ യുദ്ധം ചെയ്ത് അവരെ വിടുവിച്ച അബ്രഹാം പോയിട്ട് ലോത്തിനെ കുടുംബത്തിലൊക്കെ വിടുവിച്ചോണ്ട് വന്നതുപോലെ നീ എപ്പോഴും ദൈവത്തിന്റെ ബാറ്റിൽ ഫീൽഡിലായിരിക്കുന്ന വ്യക്തിയാ. നല്ല സമയത്ത് മട്ടുപ്പാവിലുള്ള ഉലാവുകയാണ് ദാവീദ്. 2 വാക്യം വായിച്ചാട്ട്, ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാത്തിക്കൊണ്ടിരിക്കും. അപ്പൊ മെത്തയിൽ കിടക്ക പുള്ളി ഭയങ്കര റെസ്റ്റാണ്. മെത്തയിൽ കിടന്നിട്ട് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. ഐഡിൽ ലൈഫ് ഡെവിളിന്റെ ഒരു വർക്ക് പ്ലേസ് ആണ് കേട്ടോ. അവൻ സ്വന്തം നീ വെറുതെ ഐഡിയലായിട്ടിരിക്കുമ്പോൾ, അത് പാസ്റ്റർ ആണേലും ആരാണേലും,
അതൊരു പിശാചിന്റെ വലിയ വർക്ക് ഹൗസാണ്. നീ എപ്പോഴും ബിസി ആയിരിക്കണം. നിനക്ക് ഇഷ്ടം പോലെ ഉണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. നിനക്ക് ചെയ്യാനായിട്ട് ദൈവം തന്നിട്ടുണ്ട്. അനേക ഭവനങ്ങൾ കയറി ഇറങ്ങാൻ തന്നിട്ടുണ്ട്. നിന്റെ വീട്ടിലാണ് അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ നീ ബാറ്റിൽ ഫീൽഡായിരിക്കണം. പ്രാർത്ഥനയില്, വചനധ്യാനത്തില് അവൻ അനേകർക്ക് വേണ്ടി ഇട്ടിവ് നിൽക്കുന്നവർക്ക് നീ വലിയ വാരിയറായിട്ട് നിൽക്കേണ്ടവന് ഇപ്പൊ മറ്റേന്ന് എഴുന്നേറ്റ് കുറച്ച് കിടന്ന് മടുത്തപ്പോ എഴുന്നേറ്റിട്ട് രാജധാനിയുടെ മാളികമേൽ മണ്ടയ്ക്ക് അവൻ സ്വന്തം അവൻ സീലിംഗിൽ പോയിട്ട് പുള്ളിക്കാരൻ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉല്ലാത്തുക. അവിടെ നോക്കണം, ദേശം രാജ്യത്തിലെ വീരന്മാർ ദയാറിന്റെ ബാറ്റിൽ ഫീൽഡ്. അവർ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം വിളിച്ചിട്ട് അവർ റെഡിയായിട്ട് ഏത് നേരം യുദ്ധം വരാം. അവർ തന്ത്രങ്ങളെ നയിക്കുമ്പോൾ ഇവരുടെ മുമ്പിൽ നിൽക്കേണ്ട ലീഡറായവൻ മെത്തയിൽ കിടന്ന് ഉറങ്ങിയിട്ട് അവസാനം ഉറക്കം അടുത്തിട്ട് എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാവുക. ഓർത്തോണം കുഞ്ഞെ, നീ അഭിഷിക്തനാകാം. അയ്യോ, നിന്റെ ഗാനം പോലെ വേറെ ഗാനമില്ലായിരുന്നു. ദൈവം തന്നെ ഒത്തിരി സ്നേഹിക്കുന്നവരൊക്കെ ആകാം. പക്ഷെ ഒരു കാര്യം, ഇന്ന് പകൽക്കാലം നീ കാണേണ്ടിടത്ത് കാണപ്പെട്ടില്ലെങ്കിൽ അപകടമാ. നിനക്കെതിരെയുള്ള പോര് ഭയങ്കരമാ. ചെറുതൊന്നുമില്ല. പിശാചിനറിയാൻ നിന്റെ ടിക്ക് പോയിന്റ്സ് എവിടെയാണ്, നിന്നെ ടിക്ക് ചെയ്യാൻ, എവിടെ നിന്നെ അവൻ തകർക്കാൻ, നിന്റെ സന്തോഷത്തിൽ എടുത്തു കളയേണ്ടത് എങ്ങനെയാണെന്ന്, നിന്നെ പാപത്തിൽ വീഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവൻ അറിയാം. നോക്കൂ, പിശാചിന്റെ കയ്യിലെ അവൻ കളിപ്പാവയായിട്ട് കൊട്ടാരത്തിന്റെ സീലിംഗില് ആ മട്ടുപ്പാവൽ അവൻ നടക്കുകയാണ്. മാളികമേൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. മാളികയിൽ നിന്ന് ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, ഈ രാജാവായ ദാവീദിന്റെ കൊട്ടാരത്തിൽ, അവന്റെ അന്തഃപുരത്തിൽ അവന്റെ ഭാര്യമാർ അനവധിയുണ്ട്. അതുപോലെ അവന്റെ അന്തഃപുരത്തിൽ വേറെയും സ്ത്രീകൾ അനവധിയുണ്ട്. അവന് ലീഗലായിട്ട് ആക്സസ് ചെയ്യേണ്ട സകല കാര്യങ്ങളോടുണ്ട്. അന്നേരമാണ് അവൻ കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ കയറി. അവന്റെ കണ്ണ് പതിക്കേണ്ടാത്തടുത്ത് പഠിച്ചു. പിശാചിനറിയാൻ നിന്നെ പിന്നെ എങ്ങനെ വീഴിക്കണം, എങ്ങനെ നൃപ്പപ്പാട്ട് ചെയ്യണം. നോക്കണം, എന്തുകൊണ്ടാ അവൻ യുദ്ധത്തിന് പോകാഞ്ഞത്? അവിടെ മുതലേ കഠിനഹൃദയം വ്യാപരിക്കുക. ദൈവത്തോടുള്ള ഫെർവറൻസ്, ദൈവം എനിക്ക് തന്ന അവകാശങ്ങൾ പിടിച്ചെടുക്കണമെന്ന കൊതിയില്ലായ്മ, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറിക്കിടക്കുന്ന അവസ്ഥകളിലേക്ക് ദാവീദ് രാജാവ് പോകുമ്പോൾ ഓർത്തോണം, നിന്റെ ഫെർവറൻസ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നിന്റെ രാജ്യം ദൈവം തന്ന രാജ്യത്തിന് അതിനെ വിശാലമാക്കണമെന്നുള്ള ആത്മീയമായി നിനക്ക് വളരണമെന്നുള്ള ആഗ്രഹമൊക്കെ കുറയുമ്പോൾ തന്നെ ഓർത്തോണം, നിന്റെ ഹാർട്ട് കാലസ്ഡ് ആയി, നിന്റെ ഹൃദയം കഠിനമായി. പിശാച് നിന്റെ ഹാർട്ടിനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സത്യം ഗ്രഹിക്കണം. അടുത്തത് ഡേഞ്ചറാണ്, നിന്നെ വീഴ്ത്തുവാൻ വേണ്ടി. നോക്കൂ, ഇപ്പോൾ ദാവീദ് ഈ സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൻ വായിച്ചാട്ട് ദാവീദ് ആളയച്ച സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. നോക്കണം, ഈ മനുഷ്യനുടനെ കൊട്ടാരത്തിൽ അന്തഃപുരത്തിൽ ഇഷ്ടം പോലെ സ്ത്രീകളുണ്ട്. അവർ ഒന്നല്ല, എത്രയോ ഭാര്യമാരുണ്ട്. പെട്ടെന്ന് ആളയച്ചിട്ട് ഇവളെ കുറിച്ച് അന്വേഷിപ്പിക്കുക. ജനമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രഭാവം, ദൈവത്തെയോ ദൈവവചനത്തെയോ താൻ ആരാണെന്നതിനെയോ ദൈവം തനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെയോ കംപ്ലീറ്റ്ലി മറന്നുപോയ അവസ്ഥ. കഠിന ഹൃദയം വരുമ്പോൾ ദൈവമക്കളെ, നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ വിളി എന്താണെന്നും നിങ്ങൾ എന്തിനു വേണ്ടി ദൈവം ചൂസ് ചെയ്യുന്നതും നിങ്ങൾ മറന്നുപോയിട്ട് പിശാചിന്റെ കയ്യിൽ ഒരു ആയുധമായി. നോക്കൂ, ഇപ്പോൾ അവൻ ആളയച്ചിട്ട് ആ സ്ത്രീയെ കുറിച്ച് അന്വേഷിക്കുക. വായിച്ചാട്ട് അടുത്തത്, അവൾ ഏലിയാമിന്റെ മകളും ഊരിയാവിന്റെ ഭാര്യയുമായ ബത്ശേബ ആയിരുന്നു എന്നറിഞ്ഞു. അവൻ അറിഞ്ഞു ഇത് വേറൊരുത്തിന്റെ ഭാര്യയാണെന്ന് എന്ത് ചെയ്തു? ഇനിയും വചനം അറിയാൻ വയ്യാത്തവനല്ല ദാവീദ്. വ്യഭിചാരം എന്ത് ചെയ്യരുത്, ചെയ്യരുത്. കൂട്ടുകാരനുള്ളതൊന്നും നീ എന്ത് ചെയ്യരുത്, മോഹിക്കരുത്, മോഷ്ടിക്കരുത്. ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഉഷണബലഹതനകലരിയ. നോക്കും, വചനങ്ങളെല്ലാം പ്രാപിച്ചവനും ദൈവത്തിന്റെ വചനം അറിഞ്ഞവനുമായിരുന്നിട്ടും കാലസ് ഹാർട്ട്, കടനതയെ വരുമ്പോ എല്ലാം അറിയാം, തൊട്ടടുത്ത് വചനമുണ്ടായിട്ടും ഒരു എഫക്റ്റും ഇല്ലാത്തൊരു മനുഷ്യനെ പോലെ, ഒരു പിശാചിന്റെ കയ്യിലെ കളിപ്പാവയായിട്ട് അവൻ ഹൃദയം കാലസ്ഡായി കഠിനമായി മാറിക്കൊണ്ടിരുന്നു. വായിച്ചായിട്ട് അടുത്തത്, അവൾ അവന്റെ അടുക്കൽ ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി. നോക്ക്, ഭയമുണ്ടോ? ഒരു പേടിയില്ല. ആരായി ചെയ്യുന്നത്? ദുഷ്ടനായ ഒരു മനുഷ്യനല്ല, പാപിയായ ഒരു മനുഷ്യനല്ല അത് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ മതഗായകനായ ദാവീദ്, ഇസ്രായേലിൽ ദൈവം തെരഞ്ഞെടുത്ത് രാജാവാക്കിയ ദാവീദ് ശൗലിനുള്ളതൊക്കെ കൊടുത്ത്
രാജാവാക്കിയ ദാവീദ് അവനാളയച്ചിട്ട് ആരെ വരുത്തി? മറ്റൊരുത്തന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും വിത്തൗട്ട് എനി പ്രിക്ക് ഓഫ് കോൺഷ്യൻസ്, മനസാക്ഷി കുത്തില്ലാതെ നീ പാപം ചെയ്യുമ്പോൾ ഓർത്തോ, നിന്റെ ഹൃദയം എന്തിരിക്കുക? കാലസ്റ്റ. നീ ഒരു ദൈവവൈദ്യനായിരിക്കും. മൊത്തം ആർക്കത് സംഭവിക്കും? ദൈവവൈദ്യത സംഭവിക്കുന്നത് നീ ചെയ്യുന്ന സിന്നിനെ കുറിച്ച് ഒരു ഫീലിംഗ് നിനക്കൊണ്ട് കാണുന്ന നിന്റെ ഹൃദയം കല്ലായി. Your heart is cold stone. ദൈവവചനത്തെ കുറിച്ചോ ദൈവത്താന്റെ നന്മയെ കുറിച്ചോ ഒന്നും നീ ഓർക്കുന്നില്ല. നീ ഒന്ന് കണ്ടു, അത് പ്രാപിക്കണമെന്നുള്ള കൊതി. അവൻ ഇത് നീ അവയ്ക്കെതിരെ പിശാച് ഉപയോഗിച്ച ആയുധം. ദൈവം പറഞ്ഞ വാക്കുകളെ ഒന്ന് ഓർപ്പിക്കാതെ സംശയപ്പെട്ടിട്ട് കണ്ട കാര്യം സാധിക്കണം. കണ്ടു തിന്നണം, തിന്നാൻ കൊള്ളത് അവൻ ഭക്ഷിപ്പാൻ കാമ്യമെന്നും അവൾ കണ്ടു, അത് പറിച്ചു തിന്നു. നോക്കൂ, ദാവീദ് ഹൃദയകാഠിന്യത്തില് വേറൊരുത്തന്റെ ഭാര്യയാണെന്നും ഈ കാര്യങ്ങൾ യെരൂശലേമിൽ നിഷിദ്ധമാണെന്നും അറിഞ്ഞുകൊണ്ട് ഭക്തനായവൻ ചെയ്തു. വായിച്ചു അടുത്തത്. അവൾ അവന്റെ അടുക്കൽ വന്നു. അവൾക്ക് ഹൃദയശുദ്ധി വന്നിരുന്നത് കൊണ്ട് അവൻ അവളോട് കൂടെ ശയിച്ചു. ശ്രദ്ധിക്ക്, ഇതാരാ ചെയ്യുന്നത്? പാപിയായ അധർമ്മിയായ വിക്കടായിട്ടൊരു മാനല്ല. ദൈവ അഭിഷിക്തനായ ദാവീദ് ആര്? ഗോലിയാത്തിനെ കൊന്നൊടുക്കിയ ദാവീദ്. ദൈവ അഭിഷേകത്താൽ നിറഞ്ഞ ദാവീദ്, യഹോവയുടെ ഇടയാണെന്ന് പാടിയ ദാവീദ്. പാപം ചെയ്തിട്ടും ഒരു കോൺഷ്യൻസ് കഠിന ഹൃദയത്തിൽ അവളോടുകൂടി പാപം ചെയ്തു. എന്നിട്ട് വായിച്ചു അടുത്തത്. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവൾ ചെയ്തു, അവളെ വിട്ടുവിട്ടു. അടുത്തത്. സ്ത്രീ ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ചു. വായിച്ചു അടുത്തത്. താൻ ഗർഭിണിയായിരിക്കുന്നു എന്ന് ദാവീദിന് വർത്തമാനം അയച്ചു. അവൾ വർത്തമാനം അയച്ചു. വായിച്ചു അടുത്തത്. അപ്പോൾ ദാവീദ് ഹിത്യനായ ഉരിയാവെ തന്റെ അടുക്കൽ അയപ്പാൻ യോവാബിന് കൽപ്പനയായി. ഓ എന്റെ ദൈവമേ, ആ വിക്കറ്റ്നെസ് ഓഫ് ആ മനുഷ്യൻ നോക്കിയേ. ധാരാ എന്റെ ഹൃദയപ്രകാരമുള്ള എന്റെ ദാസനായ ദാവീദിന്റെ പ്രവൃത്തിയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് ശോധന ചെയ്യാൻ പറയുക. പാപം ചെയ്തു, പാപത്തിന്റെ ഫലം ഉരുത്തിയെന്ന് കണ്ടപ്പോൾ വക്രത നോക്കണേ. ഊരിയാവെന്ന് പറയുവൻ തന്റെ പട്ടാളത്തിൽ തനിക്ക് വേണ്ടി യുദ്ധത്തിന് പോയിക്കുന്ന മനുഷ്യനാണ്. എന്നിട്ട് ആളയച്ചിട്ട് പറയാം, അതേ വിടെ എന്തിനാ? പാപത്തെ മറയ്ക്കാൻ. കഠിന ഹൃദയം വരുമ്പോൾ നിന്റെ സിന്നിനെ നീ മറയ്ക്കാൻ വേണ്ടി നോക്കും, നിന്റെ സിന്നിനെ കവർ ചെയ്യാൻ നോക്കും. അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കുക. വായിച്ചോ. ആളയച്ചു വരുത്തി തന്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ് അവനോട് യോവാബിന്റെയും പടജനത്തിന്റെയും സുഖവർത്തമാനവും യുദ്ധത്തിന്റെ വസ്തുതയും ചോദിച്ചു. ശ്രദ്ധിച്ചേ, വക്രനെ നോക്കിയേ, വക്രനെ നോക്കിയേ. ഇതുകൊണ്ട് അഹീത്തോഫേലെ പോലുള്ളവർ ദാവീദിനെ പകച്ചത്. അതുകൊണ്ടാണ് ഇവൻ 73-ാം സംഘത്തിന് എഴുതിയതെന്ന് ഞാൻ ചിന്തിക്കുക. ദുഷ്ടന്മാരുടെ സൗഖ്യങ്ങൾ എനിക്ക് അഹങ്കാരികളോട്. കാരണം എന്താ? ദാവീദിന് ഒരു കുഴപ്പമില്ല, ഈ ദോഷമെല്ലാം ചെയ്തിട്ടും. നിങ്ങൾ നല്ല ദാവീദ് പ്രസംഗിക്കും ചില കാര്യമുണ്ട്. എല്ലാ നാണയത്തിനും മറുവശമുണ്ട്. സ്വച്ഛ അവരുടെ ബൈബിൾ മുഴുവനായി നിങ്ങൾ പഠിക്കണം. ഞാൻ പറയാൻ കാരണം എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നത്. ശുദ്ധാരവൽക്കരണ, പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അതോട് നിങ്ങൾ അറിയണം. മടങ്ങി വരട്ടെ. എന്നിട്ട് വന്ന് ചോദിക്കാം, കുശലവർത്താനം ചോദിക്കുക, എങ്ങനെയുണ്ട്? അവന്റെ ഭാര്യയോട് ദ്രോഹം ചെയ്തിട്ടായി പുള്ളിക്കാരൻ കുശലവർത്താനം നടത്തുന്നു. വായിച്ചോ. വായിച്ചോ അടുത്തത്. പിന്നെ ദാവീദ് ഉരിയാവോട്, നീ വീട്ടിൽ ചെന്ന് കാലുകളെ കഴുകുക എന്ന് പറഞ്ഞു. ഉരിയാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിന്റെ സമ്മാനം അവന്റെ പിന്നാലെ ചെന്നു. ശ്രദ്ധിച്ചേ, നീതിമാനായ ഒരു രാജാവാണ്. നിങ്ങൾ പലപ്പോഴും ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ വായിച്ചിട്ടുണ്ടല്ലേ? എന്നിൽ ദോഷമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദാവീദിന്റെ സങ്കീർത്തനം. ഇന്ന് പകൽക്കാലം മനുഷ്യന്റെ പച്ചയായ അവസ്ഥകൾ നിങ്ങൾ അറിയണമെങ്കിൽ വചനം തന്നെ വായിക്കണം. എന്നിട്ട് അവനെ വിട്ടു കഴിഞ്ഞിട്ട് തന്ത്രമാ എന്തുവാ? ഭാര്യയോട് ഇവനെ കിടത്തണം. എന്നിട്ട് ആ കുഞ്ഞ് ഇവന്റേതല്ല അവന്റേതാണ് വരുത്തണം. എന്നിട്ട് അവൻ സ്വന്തം എന്നിട്ട് പുറകെ സമ്മാനം കൊടുത്തു വിടുക. ലോകത്തിലെ ദുഷ്ടന്മാർ ചെയ്യുന്ന പ്രവൃത്തി ഒരഭിഷിക്തൻ ചെയ്യുന്നതിൽ കണ്ടു. വഴിച്ചു കൊടുത്തത്. ഊരിയാവോ തന്റെ വീട്ടിൽ പോകാതെ യജമാന്റെ സകല ഭൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതിൽക്കൽ കിടന്നുറങ്ങി. എന്നാൽ നോക്കണേ, യൂറായ എന്ത് ചെയ്യുന്നില്ല?
വീട്ടിൽ പൊയ്ക്കോ, ഭാര്യയുടെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിടുക, കുറെ സമ്മാനം കൊടുത്ത് വിടുക. രാജാവിന്റെ പെർമിഷനാ. എന്നാൽ ഈ നല്ല ആ ശുദ്ധനായ മനുഷ്യനെ നോക്കിയേ, ആ നീതിയുള്ള മനുഷ്യനെ നോക്കിയേ, താൻ വീട്ടിൽ പോകാൻ തന്റെ സുന്ദരി ദാവീദിന് ആ ഭാര്യയെ ഇഷ്ടപ്പെടണമെങ്കിൽ ഷി വാസ് ബ്യൂട്ടിഫുൾ. എന്നാൽ സ്വന്തം ഭാര്യയെ പോലും നോക്കി അത് രാജ്യം യുദ്ധത്തിലാന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട് പറഞ്ഞു വിട്ടതാ അവിടെ പോകാതെ കൊട്ടാരത്തിന് മുറ്റത്ത് കിടക്കുന്ന ഊരിയാവ്. ചിന്തിച്ചു നിങ്ങൾ, വീട്ടിൽ പോകാൻ മനസ്സാകാതെ അവൻ എവിടെ കിടക്കുക? കൊട്ടാരത്തിന് മുറ്റത്ത് കിടക്കുക. ഈ ദാവീദ് രാജാവിനില്ല യുദ്ധത്തെ കുറിച്ചുള്ള എരിവ്. ഇവിടെ കേവലം അവൻ സാധാ പട്ടാളക്കാരനായ ഊരിയാവ് രാജാവ് വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടും പോകാതെ യുദ്ധത്തെ കുറിച്ചുള്ളവനായി കാവൽക്കാരോടുകൂടി കൊട്ടാരം മുറ്റത്ത് കിടക്കുക, ഭാര്യയെടുത്ത് പോകാൻ. ശ്രദ്ധിച്ചേ, ആരോടായി ദാവീദ് പാപം ചെയ്തു? എത്ര ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സർവന്റിനോട് ആർക്കും ക്ഷമിക്കാൻ പറ്റും? എത്ര വാസുമാർ പ്രസംഗിച്ചാലും ആർക്കും പറ്റും? വായിച്ചു, അടുത്ത വാക്യം വായിച്ചു. ഊരിയാവ് വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ യാത്രയിൽ നിന്ന് വന്നവനല്ലയോ, നിന്റെ വീട്ടിൽ പോകാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഊരിയാവ് ദാവീദിനോട് പെട്ടകവും ഇസ്രയേലും യഹൂദായും കൂടാരങ്ങളിൽ വസിക്കുന്നു. എന്റെ യജമാനായ യോവാബും യജമാന്റെ ഭൃത്യന്മാരും വെളിംപ്രദേശത്ത് പാളയമിറങ്ങി കിടക്കുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കൊടുപ്പാനും എന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും എന്റെ വീട്ടിൽ കടക്കുമോ? എന്തൊരു മനുഷ്യനാ മനുഷ്യൻ പറയുന്നു. പെട്ടകം പോയിക്ക യുദ്ധത്തിൽ, കൂടാരത്തില. അതുപോലെ തന്നെ യോബ് യജമാനന് അവർ യുദ്ധത്തിൽ നിൽക്കുക. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോയി കാലും കഴുകി കിടന്ന് അതോടൊത്തെ പോരെന്ന് പറയുന്ന ഒരു ദൈവം ഇത് മനസ്സിലാക്കണം. പോരിന്റെ ഫീൽഡിൽ നിന്ന് ഇറങ്ങിയാൽ എപ്പോഴും രാജാവിന് ഇഷ്ടമുള്ള, നിന്റെ യജമാന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോണം. അതാണ് ഈ ഊരിയാവ് കാണിക്കുന്നത്. നല്ലൊരു പടയാളിയായ ഊരിയാവ്. അവൻ യാതൊരു പടയാളിയും ജീവനകാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഇടപെടത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുക, പൗലോസ് പഠിപ്പിക്കുക. നീ ഒരു പടയാളിയാണെങ്കിൽ, ഒരു ഫൈറ്റർ ആണെങ്കിൽ, ഒരു ആർമിയിൽ എൻറോൾ ചെയ്യുകയാണെങ്കിൽ നിന്റെ ഫാമിലിയൊക്കെ അവൻ സെക്കൻഡറിയോ തേർഡോ ഉള്ളൂ. പടയേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. അത് നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുമ്പോൾ നിന്റെ പ്രൈമറി എയിം പ്ലീസ് ക്രൈസ്റ്റ്. മുന്നമേ അവന്റെ രാജ്യവും നീ ചെയ്യുക, പിന്നെ പ്ലഷർ. ഈ മനുഷ്യൻ ചോദിക്കുക, അത് പറയാ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ എന്റെ ഭാര്യയുടെ കൂടെ പോയി കിടക്കുന്നത്, എങ്ങനെ കൈയും കാലം കഴുകി എന്റെ വീട്ടിനകത്ത് കയറുന്നത്? അത്രയ്ക്ക് സിൻസിയറായിട്ടൊരു മനുഷ്യനായിരുന്നു ഊരായി. ആവശ്യപ്പെട്ടത് നിന്റെ ജീവനാണ്, അത് ഞാൻ എന്റെ വീട്ടിൽ കിടക്കുമോ? നിന്റെ ജീവനാണ്, അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. നിന്നാണ്, നിന്റെ ജീവനാണ്. അയ്യോ പറയാ, ആണയിട്ട് ദാവീദിനെ ആണയിട്ട് പറയാ, ചെയ്യത്തില്ല. അവസാനം ഇനി നോക്കണേ, അവൻ സ്വന്തം ചെയ്യുന്നു. അടുത്ത ഭാഗം വരുമ്പോൾ വായിച്ചു, അടുത്ത ഭാഗം വായിച്ചു ഞാൻ അവൻ പെട്ടെന്ന് റാപ്പപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ദാവീദ് ഈ ഊരിയാവിനോട്, നീ ഇന്നും ഇവിടെ താമസിക്കാം. നോക്കണം, വക്ര നോക്കണേ. ആരുടെയാ വക്രത? അഭിഷക്തന്റെ വക്ര നോക്കണേ. ദൈവം അനുഗ്രഹിച്ച അഭിഷക്തന്റെ വക്ര നോക്കണേ. ഇന്ന് നീ വീണ്ടും ഇവിടെ താമസിക്കുന്നു പറഞ്ഞിട്ട് അടുത്ത എന്താ ചെയ്യുന്നത്? നാളെ ഞാൻ നിന്നെ പറഞ്ഞയക്കും, നാളെ യുദ്ധത്തിൽ വിടാം, നാളെ ഞാൻ വിട്ടോളാന്ന് പറഞ്ഞിട്ട് അവര് വീണ്ടും അങ്ങനെ ഊരിയാവ് അന്നും യെരൂശലേമിൽ താമസിച്ചു. പിറ്റന്നാൾ ദാവീദ് അവനെ വിളിച്ചു. അവൻ അവന്റെ മുമ്പാകെ ഭക്ഷിച്ച് പാനം ചെയ്തു. അവനെ ലഹരി പിടിപ്പിച്ചു. കുടിപ്പിച്ചു. ധാരാ ചെയ്യുന്നത് നിങ്ങളൊക്കെ പറയും, നല്ല ദാസനായ, എന്റെ ദാസനായ, ഹൃദയപ്രകാരമുള്ള നല്ല ദാസനായ കുടിപ്പിക്കുക. വീണ്ടും അവനെ കുടിപ്പിച്ച് ലക്ഷ്യമില്ല. ഭാര്യയുടെ കൈ മത്തായി കഴിയുമ്പോൾ ബോധമില്ലാതിരിക്കണം. പോണം എന്തിനാ? പാപത്തെ മറയ്ക്കാൻ. കഠിന ഹൃദയം പാപത്തെ മറയ്ക്കാൻ നോക്കും. കഠിന ഹൃദയം അന്നേരം ഒരു കുറ്റത്തിൽ ഇത്രയും കണ്ടിട്ട് ഞാൻ ഇവിടെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ അനുതാപമോ റിപ്പന്റൻസോ, അയ്യോ തെറ്റിപ്പോയല്ലോ,
അവൻ സ്വന്തം ചെയ്യുന്നു. ഒന്നും ഒരു വാക്ക്, ഒരു കുത്തോ തന്റെ ഉള്ളത്തിൽ ഉണ്ടാകുന്നില്ല. വായിച്ചു കൊടുത്തത്. എങ്കിലും അവൻ വീട്ടിലേക്ക് പോകാതെ സന്ധ്യയ്ക്ക് ചെന്ന് യജമാനന്റെ ഭൃത്യന്മാരോട് കൂടെ തന്റെ വിരിപ്പിൽ കിടന്നു. ശ്രദ്ധിച്ച്, ഇത്ര കുടിപ്പിച്ചിട്ട് മനുഷ്യൻ സുബോധം പോയിട്ടും ഊരിയാവിന്റെ ഇന്റഗ്രിറ്റി നോക്ക്. ആർക്ക് മനുഷ്യനോട് ദ്രോഹം ചെയ്യാൻ തോന്നും? ഭൂമിയിലുള്ള ഏത് മനുഷ്യർക്ക് തോന്നും? ഏത് ദുഷ്ടന് തോന്നും? വായിച്ചു അടുത്തത്. രാവിലെ ദാവീദ് യോവാബിനോട് ഒരു എഴുത്തെഴുതി ഊരിയാവിന്റെ കയ്യിൽ കൊടുത്തയച്ചു. ദാവീദ് മനസ്സിലായി ഇവൻ പോകുന്നില്ല. അത്ര സിൻസിയറായിട്ടുള്ള ഒരു സോൾജറാണെന്ന് അവന് മനസ്സിലായപ്പോൾ ദാവീദിന്റെ ദുഷ്ടഹൃദയം നോക്കണേ, അവന്റെ കഠിന ഹൃദയം നോക്കണേ. എന്തു ചെയ്തു? ഒരു എഴുത്തെഴുതി യോവാബിനെ അയക്കുക. ആരുടെ കയ്യില? ഉരയ്യാവിനെ അറിയത്തില്ല. അവൻ എന്നിട്ട് എന്തോ എഴുതിയേക്കുന്നത്? എഴുത്തിൽ പടകഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവെ മുന്നണിയിൽ നിർത്തി അവനെ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ട് പിന്മാറുവിൻ എന്ന് എഴുതിയിരുന്നു. ഇതാരാ എഴുതുന്നത്? യഹോവയുടെ ഇടയനാണ് പാടിയവനാ എഴുതുന്നത്. പകൽക്കാലം മൊത്തം ദൈവമക്കളെ, നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് മുന്നമേ അവന്റെ രാജ്യം നീ അന്വേഷിച്ചു. ദൈവത്തോടു കൂടെ ചേർന്ന് പിശാച് നിന്നെ കൊണ്ടിടുന്ന ആ ഗതികെട്ട കുഴി നോക്ക്. കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചോണം, പ്രായമുള്ളവരും ശ്രദ്ധിച്ചോണം. ആരാണേലും നീ ദൈവത്തിന്റെ പോർക്കളത്തിൽ തീയായി നിന്ന് റിപ്പന്റൻസോടും നുറുക്കത്തോടും ദൈവത്തിന് വേണ്ടി പോരാടേണ്ടത്. നീ ലോകസുഖത്തിന്റെ മടിത്തട്ടിലേക്ക് പിശാചിന്റെ കയ്യിലേക്ക് ഇണങ്ങി ആയുധമായി തീരുമ്പോൾ നിന്റെ ഹൃദയത്തെ കല്ലാക്കിയിട്ട് നീതിവാനായ മനുഷ്യൻ കിടക്കയിൽ ഞാൻ ദ്രോഹമൊന്നും ചിന്തിക്കുന്നത് പാടിയവനായി ചെയ്യുന്നത് എങ്ങനെ പാടാൻ പറ്റും? അവൻ പോകുന്നില്ലെന്ന് കണ്ടിട്ട് അവന്റെ എടുത്തു കൊടുത്തു വിടുക. നീ അവനെ കൊല്ലാൻ, കൊലപാതകം, കൊല ചെയ്യരുത്. എടുത്തു. ഇവനെ യുദ്ധം ഏറ്റവും ഭീകരമായി വരുന്നിടത്ത് വെച്ചിട്ടായിട്ട് പറയാം, നിങ്ങൾ മാറിയേക്കണമെന്ന്. ഇത്ര സിൻസിയറായ ഒരു പടയാളിയുടെ ഏത് രാജാവിന് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നീതിയുള്ള മനുഷ്യനെ ചിന്തിച്ചു നോക്കൂ. ഇന്ന് ലോകത്തിൽ കേട്ടത് ഏറ്റവും വലിയ ട്രീസനാണ് ദാവീദിനെ ചെയ്യുന്നത്. ആ ഊരിയാവിന്റെ നല്ല മനസ്സ്, രാജാവിനുള്ള സ്നേഹം നിന്നാണ്, നിന്റെ ജീവനാണ്. രാജാവിന്റെ ജീവനെയും രാജാവിന്റെ കാര്യത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു ഭക്തനെ അങ്ങനെ തന്നെ യോവാബ് പട്ടണത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് ശൂരന്മാർ നിൽക്കുന്നതായി കണ്ട സ്ഥലത്ത് ഊരിയാവെ നിർത്തി. പട്ടണക്കാർ പുറപ്പെട്ട യോവാബിനോട് പടവെട്ടിയപ്പോൾ ദാവീദിന്റെ ചെവരായ പടജനത്തിൽ ചിലർ പെട്ടുപോയി. ഹിത്തനായ ഊരിയാവും മരിച്ചു. ഇതേപോലെ കൂടെ വേറെ ചിലരോട് മരിച്ചതേ ഉള്ളൂ. സത്യം ദാവീദിന്റെ രണ്ട് ഡ്യുവൽ മൈൻഡഡ്നെസ് അല്ലെങ്കിൽ രണ്ട് സ്വഭാവം കാണിക്കാൻ വായിച്ചു. പിന്നെ യോവാബ് ആ യുദ്ധവർത്തമാനമൊക്കെയും ദാവീദിനോട് അറിയിപ്പാൻ അയച്ചു. യോവാബിന് ഈ ദാവീദിന്റെ ഹൃദയം നല്ലോണം അറിയാം. വായിച്ചു അടുത്തത്. അവൻ ദൂതനോട് കൽപ്പിച്ചത്, പറഞ്ഞത്, നീ യുദ്ധവർത്തമാനമൊക്കെയും രാജാവിനോട് പറഞ്ഞു തീരുമ്പോൾ രാജാവിന്റെ കോപം ജ്വലിച്ചു. നിങ്ങൾ പട്ടണത്തോട് ഇത്ര അടുത്ത് ചെന്ന് പടവെട്ടിയത് എന്ത്? നോക്കണം. ദാവീദ് ദേഷ്യപ്പെടുമെന്നറിയാം. കാരണം ഇങ്ങനെ പോയി യുദ്ധം ചെയ്യാൻ യാതൊരു അവർ ചെയ്യത്തില്ല അങ്ങനെ, കാരണം അത് ഡേഞ്ചറസ് ആണ്. അപ്പൊ ദാവീദ് ദേഷ്യപ്പെടുമെന്ന് അറിയാം യോവാബിന്. അപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും. അന്നേരം നിങ്ങൾ എന്ത് പറയണം? എന്ത് പറയണം? നിങ്ങൾ പട്ടണത്തോട് ഇത്രയെന്ന് പടവെട്ടിയത് എന്ത്? അതിന്മേൽ അവർ എയ്യുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടായോ? എരുബേശത്തിന്റെ മകനായ അബിമേലെക്കിനെ കൊന്നത് ഒരു സ്ത്രീ മതിൽമേൽ നിന്ന് തിരികല്ലിൽ പിള്ള അവന്റെ മേൽ ഇട്ടത് കൊണ്ടല്ലയോ? അബിമേലെക്ക് ജഡ്ജിനെ കൊന്നത് അവൻ ഒരു ഗോപുരത്തിന്റെ മണ്ടയ്ക്കൊന്ന് അവൻ ആട്ടുകല്ലിന്റെ കല്ല് താഴോട്ടിട്ട് അവന്റെ തല ഉടച്ചാണ് കൊന്നത്. അബിമേലെക്ക് ജഡ്ജ് മരിച്ചത് അങ്ങനെയാണ്.
നിങ്ങൾക്കറിയത്തില്ലയോ ഇങ്ങനെ എന്തിനാണ് കോട്ടയോട് അടുത്തു പോയത് എന്ന് ചോദിച്ച് ദാവീദ് എന്ത് ചെയ്യും? ദേഷ്യപ്പെടാതിരിക്കത്തില്ല ദാവീദ്. എന്നിട്ട് ആ ദാവീദാണ് എഴുത്തു കൊടുത്തു വിടുന്നത്. അവിടെ പോയി യുദ്ധം പൊറുക നിങ്ങളിങ്ങനെ മാറണമെന്ന് പറഞ്ഞു. വായിച്ചു ഞാൻ അടുത്തത് അത് പറയുമ്പോ എന്നിങ്ങനെ പറഞ്ഞാൽ നിന്റെ ഭൃത്യൻ കൃത്യനായ ഊരിയാവും മരിച്ചുപോയി എന്ന് പറയാം. അന്നേരം പറഞ്ഞോളാം നിന്റെ ഭൃത്യനായ ഊരിയാവും. ശ്രദ്ധിച്ച് ദുഷ്ടതയും വക്രതയും ശ്രദ്ധിച്ച് ഈ ലോകത്തിലെവിടെയുണ്ട് മനധീരകൾ കടകൾ സംഭവിയാക്കറി. വായിച്ചു അടുത്തത്. ദൂതൻ ചെന്ന് യോവാബ് പറഞ്ഞയച്ച വർത്തമാനമൊക്കെയും ദാവീദിനെ അറിയിച്ചു. ദൂതൻ ദാവീദിനോട് പറഞ്ഞത് എന്തെന്നാൽ, ഒരു കൂട്ടർ പ്രാബല്യം പ്രാപിച്ച് വെളിംപ്രദേശത്ത് ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്നതിനാൽ ഞങ്ങൾ പട്ടണവാതിക്കലോളം അവരെ പിന്തുടർന്ന് പോയി പിന്തുടർന്നടുത്തു പോയി. അപ്പോൾ വില്ലാളികൾ മതിൽമേൽ നിന്റെ ചേവകരെ എയ്തു. രാജാവിന്റെ ചേവകരിൽ ചിലർ പട്ടുപോയി. നിന്റെ കൃത്യനായ ഉരിയാവും മരിച്ചു. അതിന് ദാവീദ് ദൂതന്മാരോട്, ഈ കാര്യത്തിൽ വ്യസനം തോന്നരുത്. പുലി പറയാ ദുഃഖിക്കേണ്ട സാരഥി. മറ്റേ പുലി ദേഷ്യപ്പെടേണ്ടതാ. ദൈവവചനം എപ്പോഴും ഫുള്ള് വായിക്കണം. അപ്പോഴാ നമ്മൾ നല്ലവര് നല്ലവർ പാടുമ്പോൾ ദൈവമേ അവരെ നല്ലവരാക്കിയ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയും. അപ്പോഴാണ് നിനക്കും ദിവസത്തിൽ വന്നൊരു പ്രത്യാശ. വക്രതയെ സപ്പോർട്ട് ചെയ്യാനായിട്ടല്ല, അതിന് കാരണം നമ്മൾ താഴെ വായിക്കാൻ പോകും. അതാണ് തിരിച്ചറിയുന്ന മാനസാന്തരം. റിപ്പന്റൻസിന്റെ ഇമ്പോർട്ടൻസ് ഹോളിനെസ്സിന് എന്തിനെന്ന് ചോദിച്ചാൽ മാനസാന്തരമില്ലെങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. മാനസാന്തരം തകർന്നും മുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീതിയത്തില്ല. ആർക്കും ക്ഷമിക്കാൻ പറ്റുന്നത് എനിക്ക് പറ്റില്ലെന്നേ. അത് ആ ക്രിസ്തീയ മാർഗത്തിൽ എപ്പോഴും എത്ര ദുഷ്ടനും ഒരു പ്രത്യാശയുണ്ട്. വേറെ ഒറ്റ മതങ്ങളിലും അതില്ല. അതാ നമ്മൾ ധ്യാനിച്ച കർത്താവ് നമ്മുടെ കൃത്യമെല്ലാം അവനിലേക്ക് നാശം ചെയ്യും. അങ്ങും ഇങ്ങും ഇതിനു മുമ്പ് ഇതാ മനുഷ്യന്റെ ഇരട്ടനായി എന്ന് പറയാം. ഇരട്ടനായി നേച്ചർ. എന്നിട്ട് അടുത്ത പറയുക, പട്ടണത്തിന്റെ നേരെ ശക്തിയോടെ പൊരുതി അതിനെ നശിപ്പിച്ചു കളയുക എന്ന് നീ യോവാബിനോട് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തണം. 26-ാമത്തെ വാക്യം. ഊരിയാവിന്റെ ഭാര്യ തന്റെ ഭർത്താവായ ഊരിയാവ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഭർത്താവിനെ കുറിച്ച് വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞ ശേഷം ദാവീദ് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി. അവൾ അവന്റെ ഭാര്യയായി. ശ്രദ്ധിക്കണം, അവൾ അവന്റെ ഭാര്യയായി. പൂച്ച പാല് കുടിച്ചിട്ട് നക്കി മുക്ക് ഒന്നും പാല് കുടിച്ചത് സൈന്യവുമില്ല. മീശയെല്ലാം ഉണക്കിയിരിക്കുക. പാപം ചെയ്തിട്ട് തെറ്റ്. ഇത് ആരോടെ ചെയ്യുന്ന ബത്ശീബ അഹിതോ എന്ന് പറഞ്ഞ ദാവീദ് രാജാവിന്റെ മന്ത്രിയുടെ കൊച്ചുമോളാണ്. അഹിതോഫൽ എന്തുകൊണ്ടാണ് ദാവീദിനെതിരെ തിരിഞ്ഞു തോന്നുകയില്ല. കൊച്ചുമോൾ കൊടുക്കാൻ ആ മനുഷ്യന്റെ ആലോചന ദൈവാലോചന പോലെ വചന വ്യവസ്ഥയിൽ നടക്കുന്ന മനുഷ്യനാണ്. എനിക്കത് ക്ഷമിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ദാവീദിനെ വിട്ടുമാറിയത്. അനേകര് എപ്പോഴും വചനം ഒരു ഭാഗം വെച്ച് പ്രസംഗിക്കില്ല. 2 വചനം നിങ്ങൾ അറിയണം. എന്നാൽ മാത്രമേ അതിന്റെ കനഗംഭീരത മനസ്സിലാക്കാൻ പറ്റൂ, അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റൂ. എന്നിട്ട് പുള്ളിക്കാരൻ ഒന്നും അറിയാത്ത പോലെ എടുത്തു. ദൈവം വിടുമോ നാഥാനെ അയച്ചു വചനം വന്നു. കാരണം കല്ലുപോലുള്ള ഹൃദയം അല്ലേ, കല്ലുപോലുള്ള ഹൃദയം നിന്നെ പാപത്തിലേക്ക് വലിച്ചിടുമ്പോൾ, പാപം ചെയ്തിട്ട് കുറ്റബോധമില്ലാതിരിക്കുമ്പോൾ, വിശുദ്ധി നഷ്ടപ്പെടുത്തുമ്പോൾ, ജീവിതത്തിൽ അവൻ അശുദ്ധി വരുത്തുമ്പോൾ, കല്ലുപോലുള്ള ഹൃദയം എന്തൊക്കെ പാപങ്ങൾ. ഞാൻ നോക്കുമ്പോൾ 10 കൽപ്പനകളും ദാവീദ് ലംഘിച്ചു എന്നാണ് ഞാൻ കാണുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളതൊക്കെ കൊലപാതകം ചെയ്തു, വ്യഭിചാരം ചെയ്തു, അവൻ കൂട്ടുകാരനോട് മോഷ്ടിച്ചു, അവൻ സാക്ഷ്യങ്ങളും കാര്യങ്ങളും ചെയ്യാനായിട്ട് വക്രതകൾ അവൻ പ്രവർത്തിച്ചു. ഞാൻ നോക്കുമ്പോൾ 10 ചെയ്തു. എന്നിട്ടും എവിടെയിരിക്കുന്നത് രാജസിംഹാരത്തിൽ. ഇപ്പോഴും പ്രൈസുകളുണ്ടോ? ഉണ്ട്. അന്നേരം ആ നാഥൻ പ്രവാചകനെ വചനവുമായിട്ട് ദൈവം വിട്ടു. ശുദ്ധപര കഥ പറഞ്ഞു. കഥ കേട്ടപ്പോൾ ദാവീദ് നോക്കണം, അന്നേരവും തെറ്റാന്നറിയാം. ആ 2 കഥ പറഞ്ഞു. ഒരുത്തന്
പാവപ്പെട്ടവൻ ഒരു നല്ല ആട്, സ്വന്തം മോളെ പോലെ നോക്കുന്ന ഒരാട്. ധനികന്റെ അവൻ ആരയില് ഇഷ്ടംപോലെ ആട്. വീട്ടിലൊരു പെരുന്നാരം വന്നപ്പോ ഈ ധനികൻ എന്ത് ചെയ്തു അറിയാമോ? മോളെ പോലെ കുഞ്ഞിനെ പോലെ വളർത്തിയ ആടിനെ മോഷ്ടിച്ച് കൊന്നുകൊടുത്തു എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ കേട്ടോ ചാടി ആടി വീഴുക. ഇതാണ് കപടഭക്തി എന്ന് പറയുന്നത്. ചാടി വീഴുക, ആ ദുഷ്ടൻ മരിക്കണം. വിട്ടുപോയ 12 അത് ചെയ്തവൻ എന്ത് ചെയ്യണം? മരിക്കണം. കോപം അവൻ ജ്വലിച്ചു. എന്നിട്ട് താൻ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് കല്ലുകൊള്ളുന്നവർ മറ്റുള്ളവരെ ചാടി തിരിക്കാൻ ഒരു പ്രശ്നമില്ല. ചെയ്ത സ്വന്തം കുറ്റം കാണാൻ കണ്ണില്ല. അതാ കഠിന ഹൃദയം വരുത്തും. നേരം ആ വാചനം ഇടുവല്ലോ. വാചനം പറഞ്ഞ ആ മനുഷ്യൻ നീ തന്നെ. വചനം പാറയെ തകർക്കുന്ന ചുറ്റിയാണ്. വചനം വന്നു, ആ മനുഷ്യൻ നീ തന്നെ. നിങ്ങൾ വായിക്കണം 12-ാം അധ്യായത്തില് ആമേൻ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 12-ാം അധ്യായത്തിന്റെ ആമേൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം. 11-ാം അധ്യായത്തിൽ തന്നെയാണ് നോക്കട്ടെ. ആമേൻ സ്തോത്രം ചെയ്തു. 11-ാം അധ്യായത്തില് അതിന്റെ അല്ലല്ല 12-ാം അധ്യായത്തില് അതിന്റെ ആ കഥകൾ പറഞ്ഞിട്ട് അതിന്റെ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 7 വായിച്ചു. 7 നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ആ മനുഷ്യൻ നീ തന്നെ. അടുത്തത് വായിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വാക്യം ഒന്ന് വായിച്ചോക്കെ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടാ. ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗ്രഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. നോക്കണം, ശ്രദ്ധിച്ചോളൂ. അടുത്തത് ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തെയും നിനക്ക് തന്നു. അടുത്തത് പോരായെങ്കിൽ ഇന്നതും കൂടെ ദൈവം പ്ലാൻ ചെയ്തത് ദാവീദിന് ഒത്തിരി കൊടുക്കാൻ. അതുകൊണ്ടാ തെറ്റുകൾ വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന നന്മകളുടെ വഴികൾ അടഞ്ഞു പോകും. ഇന്ന് പകൽക്കാലം ഓർത്തൊന്നും ദൈവത്തിന്റെ വഴിയിൽ കരുതയും പ്രാപിച്ച് ദൈവത്തിന്റെ വഴിയിൽ നടക്കാതെ അവൻ നീ ഉഴപ്പനായിട്ട് മാറുമ്പോൾ നിനക്ക് കിട്ടേണ്ട ബ്ലെസ്സിങ്ങുകളെ തട്ടി മാറ്റിക്കളയും. ബിക്കോസ് യു ആർ ഹാർഡ് ആൻഡ് ഹാർട്ടഡ്, യു നോട്ട് കമ്മിങ് ബാക്ക് ടു ദ ലോർഡ്. നിന്റെ കഴിവിൽ നീ ഓടുക. പക്ഷെ ദൈവം തരുമെന്ന് വിചാരിക്കുന്ന പോലും കട്ട് ഓഫ് ചെയ്യും. ഇന്ന കാര്യങ്ങൾ കൂടി നിനക്ക് തരുമായിരുന്നു. കിട്ടിയില്ല. വായിച്ചു. അടുത്തത് നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് ദൈവകൽപ്പന നിരസിച്ചു. അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? അടുത്തത് കൃത്യനായ ഉരിയാവെ വാൾ കൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ച് കൃത്യനായ ഉരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തത് കൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. ദൈവമക്കളെ കഠിന ഹൃദയം എപ്പോഴും നാശം വീടിനെ വിട്ടുമാറാതെ, ഭവനത്തെ, കുടുംബത്തെ, തലമുറകളെ വിട്ടുമാറാതെ വ്യാപരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മുറിട്ടന്റെ ഈണം മാനസാന്തരപ്പെടണം, മടങ്ങി വരണം. ഇല്ലെങ്കിൽ ദൈവകരത്തിന് ഏറ്റവും സ്നേഹിക്കുന്ന ഇന്നെല്ലാവരും പ്രസംഗിക്കുന്ന ദാവീദിന് പറ്റിയ കാര്യമായി ഞാൻ പ്രസംഗിക്കുന്നത്. വാളവന്റെ വീട് വിട്ടുമാറിയില്ല. വായിച്ചോ. അടുത്തത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. അനർത്ഥം നിന്റെ വീട്ടിൽ നിന്ന് വരുത്തും. അടുത്തത് നീ കാണുക, ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. ശ്രദ്ധിക്കണം, രഹസ്യത്തിലാണ് നീ പാപം ചെയ്ത് ഞാൻ പരസ്യമായി ചെയ്യിക്കും. നിന്റെ ഭാര്യമാരെ എടുത്ത് കൊടുക്കും. അടുത്തത് അവൻ ഈ സൂര്യന്റെ വെട്ടത്തു തന്നെ നിന്റെ ഭാര്യമാരോട് കൂടെ ശയിക്കും. അടുത്തത് നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുകയും സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. അടുത്തത് ദാവീദ് നാഥാനോട്. അപ്പോൾ നോക്കണം, ഇനി ദാവീദിന്റെ റെസ്പോൺസ്. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പാപം ചെയ്തു. നോക്കണേ, വചനം വരേണ്ടി വന്നു. അതുകൊണ്ട് ഈ വചനം കേൾക്കണം. വചനമായി ഈ വചനത്തിന് മാത്രമേ റിപ്പന്റൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചിലർ അന്നേ കേട്ടിട്ട് ഇഗ്നോർ ചെയ്യും. ഞാൻ പാപം ചെയ്തു. അന്നേരമാണ് ദാവീദ് പാടിയ 51-ാം സംഘത്തിന് 1 മുതൽ 4 വരെ വായിച്ചിട്ട് അത് കൺഫെഷൻ. മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ പടിയാണ് ഏറ്റുപറച്ചു.
പാപം ഏറ്റു പറയും. കർത്താവേ തെറ്റിപ്പോയി, മറച്ചു വെക്കില്ല, ഏറ്റു പറയും. വായിച്ചു 1 മുതൽ 4 വരെ, 51 1 മുതൽ 4 വരെ നമ്മൾ നിർത്തുക. എന്നിട്ട് അവിടെ Psalm 51 verse 1 through 4. Have mercy on me, O God, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ. according to your steadfast love. According to your abundant mercy, blot out my transgression. എന്റെ പാപങ്ങളെ നീ മായിച്ചു കളയണമേ, എന്റെ അതിക്രമങ്ങളെ. Wash me thoroughly from my iniquity and cleanse me from my sin. എന്റെ പാപം പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. For I know my transgression and my sin is ever before me. എന്റെ തെറ്റെനിക്കറിയാം, എന്റെ പാപം അറിയാം. എന്റെ പാപം എപ്പോഴും എന്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കുന്നു. Against you, you only have I sinned, and none that is evil in your sight. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. So that you may be justified in your words and blameless in your judgment. അവിടെ വെച്ച് അവനേറ്റ് പറഞ്ഞ് കരയുക, ചങ്കുപൊട്ടി കരയുക. കർത്താവേ തെറ്റിപ്പോയി. എന്തിനാ മാനസാന്തരം? മാനസാന്തരം വരുമ്പോൾ ഒന്നാമത്തെ അടയാളമാണ് നിന്റെ പാപങ്ങളെ ഏറ്റുപറയും. പാപങ്ങളെ ഏറ്റുപറയും. ഈ മാസം റിപ്പനൻസിലേക്ക് പോകുമ്പോൾ കുറവുകളെ കണ്ടിട്ട് ഏറ്റുപറയാൻ സമയമെടുക്കാം. ഏറ്റുപറഞ്ഞ് കരഞ്ഞവനെ ഉപേക്ഷിക്കും. ഹല്ലേലൂയ. ഇന്ന് പകല് ദൈവസന്നിധാനം അതിനെ കേൾക്കുമ്പോൾ ദാവീദിന്റെ പാപം കാണാൻ വേണ്ടിയല്ല വായിച്ചത്. ഒരു ദൈവം ഇന്ന് പറ്റുന്ന അപകടങ്ങളെ ശ്രദ്ധിക്കാം. നമുക്ക് ദൈവസന്നിധാനം എഴുന്നേറ്റ് ഒരു ഗാനം പാടി അവനെ ആരാധിക്കാം. ഈ മാസം ദൈവത്തോട് പറയാൻ, കർത്താവേ ഞങ്ങളെ താഴ്ത്തു, ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ കണ്ടറിഞ്ഞതിനെ ഏറ്റുപറഞ്ഞതിനെ ഉപേക്ഷിപ്പാൻ ഒരു കുറ്റബോധം, കൺഫെഷൻ. ആ മാനസാന്തരം വരുമ്പോൾ, തകർന്നും മുറിഞ്ഞിരിക്കുന്ന ഹൃദയം വരുമ്പോൾ കണ്ണീരോട് കുറവുകളെ ഏറ്റുപറയാൻ, തെറ്റുകളെ വചനത്തിൽ കൂടി തിരിച്ചറിഞ്ഞിട്ട് ഏറ്റുപറയാൻ ഞങ്ങളെ സഹായിക്കണേ. കാരണം ഞങ്ങൾക്ക് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ നശിച്ചു പോകുന്ന വചനം പറയുമ്പോൾ ദൈവമക്കൾക്കാണ് പറ്റിയെന്ന് അറിഞ്ഞോണം. അന്യനല്ല, ദുഷ്ടനല്ലത്. ദൈവം സ്നേഹിച്ച ദാവീദ് അങ്ങനെ ദാവീദ് വേണം ഞങ്ങൾക്ക് വിടാൻ നിമിഷങ്ങൾ വേണ്ട. കർത്താവേ ഇന്ന് പകലിന്റെ കുറവിനെ കാണുന്നു, ഞാൻ ഏറ്റു പറയുന്നു, മടങ്ങി നിന്റെ പാതവിടെ വരുന്നു. നിന്റെ പോർക്കളത്തിൽ നല്ലൊരു പൂർവീരനായി യുദ്ധം ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുന്നു. ജീവനകാര്യങ്ങൾ ഇടപെടാതെ നിനക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. എത്ര പേര് ദൈവസന്നിധിയില് റിപ്പന്റ് ചെയ്ത് ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് എന്നിട്ടൊരു ഗാനം പാടാം. എഴുന്നള്ളുന്നു യേശു രാജ.